അഗ്നി മിസൈൽ ക്ലാസ് ഭാരതത്തിന്റെ ആണവായുധ ലോഞ്ച് കേപ്പബിലിറ്റിക്ക് ബാക്ക് ബോൺ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഗ്രൂപ്പ്. ഇങ്ങനെ അഗ്നി മിസൈൽസ് എന്ന് കേൾക്കുമ്പം ലോകമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികളുടെ മനസ്സിൽ ഒരു മുഖം തെളിയുന്നുണ്ടാവും. ഒരൊറ്റ വിശേഷണം മതി ഈ വ്യക്തി ആരെന്ന് തിരിച്ചറിയുവാൻ: ദ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ. ഓരോ ഭാരതീയനും അഭിമാനപൂർവ്വം ഹൃദയത്തോട് ചേർക്കുന്ന ഭാരതത്തിന്റെ സ്വന്തം അഗ്നിപുത്രി. ഇന്നത്തെ ഇമ്മിണി ബലിറാളിൽ നമ്മോടൊപ്പമുള്ള ഈ ഗസ്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ Sargakshetra 89.6 FM is much privileged to have with us this very special guest, Dr. Tessy Thomas, distinguished scientist, former Director General of Aeronautical Systems, DRDO. Hello ma'am, welcome to our show. Hello Archana. മാം, നമ്മളിപ്പം ഓണത്തിന്റെ ആ ഒരു വൈബിലൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായി തന്നെ മാമിന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഓണാഘോഷങ്ങള്, ബാക്കി ക്രിസ്മസ്, ഈസ്റ്റർ, പിന്നെ മറ്റാഘോഷങ്ങൾ, അങ്ങനെ കുട്ടിക്കാലത്തെ ഉള്ള ആ ഒരു ഫെസ്റ്റീവ് മെമ്മറീസ്, അതിനെ കുറിച്ചൊന്ന് പറയോ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തുമ്പി പൂ പറിച്ച് ഇവിടെയെല്ലാം ചുറ്റുമുള്ള പൂക്കളെല്ലാം പറിച്ച് പൂക്കളം ഇടുന്നത്, 10 ദിവസവും പൂക്കളം ഇടുന്നത് എല്ലാ വീടുകളിലെയും ഒരു പ്രത്യേകതയായിരുന്നു. ദാറ്റ് വാസ് റിയലി എ മെമ്മറബിൾ ഇവൻറ്റ്. ഈസ്റ്റർ, ക്രിസ്മസ്, ആലപ്പുഴയെ സംബന്ധിച്ച് വള്ളംകളി, അങ്ങനെ പലതരത്തിലുള്ള സെലിബ്രേഷൻസ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു മനോഹരമായ ചെറുപ്പക്കാലമായിരുന്നു. മീൻസ് ഇവിടെ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ, ചെറുപ്പ്, അങ്ങനെ ഇതായ കൊച്ചു ടൗൺ ആണെങ്കിലും ആലപ്പി ടൗൺ, ഇറ്റ് വാസ് റിയലി മെമ്മറബിൾ ഇവൻറ്റ്സ് യൂസ് ടു ബി ദെയർ. എൻജോയ്ഡ് ആസ് എ ചൈൽഡ്. കസിൻസിന്റെ കൂടെയും വീട്ടുകാരെ മീൻസ് ദാറ്റ് ഈസ് ഓൾ those days. We had all the relatives coming. It was a really memorable in the children age. ഇന്നത്തെ നമ്മുടെ ഇമ്മിണി ബലിറാളിൽ ഡോക്ടർ ടെസി തോമസ്, നമ്മുടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ ആഘോഷങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെ ബാല്യത്തിലെ നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തുന്നുണ്ടാവും. അപ്പോൾ 2 പാട്ടുകൾ സർഗക്ഷേത്ര 89.6 FM കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കാം സർഗക്ഷേത്ര 89.6 FM, കാതോറും കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM ഹോട്ട് സീറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഭാരതത്തിന്റെ മിസൈൽ വിമൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് ആണ്. മാമിന്റെ കുട്ടിക്കാലത്തെ ആഘോഷങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മാം, തത്തമ്പിള്ളി എന്ന് പറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശത്ത് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ ഡോക്ടർ ടെസി തോമസിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസം എന്തുകൊണ്ടും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ ആളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ച അനുഭവങ്ങൾ സമ്മാനിച്ചു കാണും. മാം, ഇപ്പം ഹൗ ഡു യു ഡു ഇഫ് യു ആർ ഏബിൾ ടു ഡിസൈൻ എ ക്ലാസ് റൂം? മാം സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ടീച്ചർ ആവുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുട്ടികളെ ഒന്ന് ഡീൽ ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ മാം ഇങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്തൊക്കെ ഇന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ വിദ്യാഭ്യാസത്തെ? Compared to our childhood, the media of education has totally changed. And if I were not a scientist, I would have definitely been a teacher. Wow. So that's the way I look at life. Because that's schooling, and the teaching profession by itself is a gifted profession. Giving knowledge, to sharing knowledge or teaching the students, that's itself is a very very fortunate to be a teacher. And in this present scenario, if you look at the way our timing, it was basically learning from the textbook, and the teachers used to explain the basic knowledge that was totally different in nature. Now, since the technology has enhanced, we should look at media of learning, because the knowledge is all around. A lot of e-knowledge is there. So students, along with their school education, they'll get a lot of input from different sources. Resources are many to learn. So we need to, in a school, the library in which all the information, the correct information and whatever, that has to be provided. And open interaction. It need not be a textbook reading and going through and repeating that. It should be a application oriented
learning. So which we were not able to study. Presently, we should understand and study that the children will get more and more inspired to know the subject. That will make them better. Our time we had to, the experimental or the application point of the science was known only when we were at the college level or engineering level and all. Till that time, without understanding, we were learning some of the things. So that gives, and even mathematics or the science part, lot of application, applied science and mathematics can be taught in a better way. That's what presently we should. മാം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് ഇന്നത്തെ എല്ലാ വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, പിന്നെ തിയററ്റിക്കൽ ആ ഒരു നോളജിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ആയിട്ടുള്ള ആ ഒരു നോളജുമൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സയൻസ് സബ്ജക്റ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കേൾക്കുമ്പോൾ എനിക്കും അത് ഒരുപാട് വെൽക്കമിങ് ആയിട്ട് തോന്നി മാം. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഇങ്ങനെയുള്ള കുറച്ച് അപ്ലൈഡ് ആയിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ വരുത്തുകയാണെങ്കിൽ നല്ല കുറച്ചുകൂടെ കാര്യമായി നമുക്ക് വിദ്യാഭ്യാസം എന്ന ആ ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുപോകാനാകും എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു മാം. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി. മാം, ഇതിനോടൊപ്പം മാമിൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഞാൻ കേട്ടിട്ടുണ്ട് മാം ഫിസിക്സിനും മാത്സിനും ഒക്കെ 100% വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഹയർ സെക്കൻഡറി. അപ്പം മാം എങ്ങനെ മറക്കാനാവാത്ത അധ്യാപകർ കാണും, കൂട്ടുകാർ കാണും? Could you please tell about that? Yeah, I was fortunate to, other than the school and the college education, special coaching. I used to go to chemistry Gobi, physics Gobi sir, all of them, and mathematics. There was to be principal Swayamvaran sir of SDV school. All these people were basically giving us, they were teaching us in an applied sense, so which has given the foundation to understand the physics, chemistry as well as mathematics. I was fortunate to have all those people in school also. My teacher, Akama teacher, mathematics, was really a great boon to learn from them. All the teachers from school, college level, Rita Miss Poppins, all of them taught us wonderful way. So chemistry, physics, all of them were very nice. So that way, the basic fundamentals understanding started at that level, high school plus the college level. And engineering, we started better, concepts are known, then had to work in scientific organizations, so the practical knowledge also comes. That's the way I was looking at it. മാം ഇങ്ങനെ മാമിൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ച ഓരോരോ അധ്യാപകരുടെ പേരെടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ, അതായത് ഇന്നും മറക്കാത്ത ആ പേരുകൾ, സ്വയംവരം സർ, ഗോപി സർ, അക്കാമ ടീച്ചർ, റീത മിസ്, ഇങ്ങനെ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു അധ്യാപകരെ ഓർത്തെങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, ഡോക്ടർ ടെസ്സി തോമസ് എന്ന ആ ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകരെ എത്രമാത്രം ഹൃദയത്തോട് ചേർക്കുന്നു എന്നൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് മാം. അതുപോലെ ഡോക്ടർ ടെസ്സി തോമസിൻ്റെ ഈ ഒരു വാക്കുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധ്യാപകർക്ക്, അതായത് ഒരു തിയററ്റിക്കൽ നോളജിനപ്പുറത്തേക്ക് അപ്ലൈഡ് നോളജിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് മാത്രമല്ല അവരുടെ ഹൃദയത്തിലും ഒരു ആഴമായ സ്ഥാനം ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുള്ള ഈ ഒരു കോൺവെർസേഷൻ മാം, ഒരുപാട് സന്തോഷം ഇത് കേൾക്കുമ്പം. അപ്പം അതുപോലെ നമ്മുടെ നല്ല അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ നമുക്കും ഓർത്തുകൊണ്ട് കുറച്ച് പാട്ടുകൾ കേട്ട് വീണ്ടും ഡോക്ടർ ടെസ്സി തോമസിനെ, നമ്മുടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യയെ കേൾക്കാനായിട്ട് നമുക്ക് സർഗക്ഷേത്ര 89.6 FM-ലേക്ക് മടങ്ങിയെത്താം. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ന്റെ ഇമ്മിണി ബല്യൊരാളിൽ ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ടെസ്സി തോമസ് ആണ്. മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി ഡോക്ടർ ടെസ്സി തോമസ് ആണ്. നമ്മളിങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ഡോക്ടർ ടെസ്സി തോമസിൽ നിന്നും ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മികച്ച രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ സയൻസ് പാഷനായി തിരഞ്ഞെടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത ആളാണ് ഡോക്ടർ ടെസ്സി തോമസ്.
മാം, ഐ നോ ദാറ്റ് സയൻസ് ഇസ് ഓപ്പൺ ടു ഓൾ. അവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അവിടെ ഒരു ഫിനാൻഷ്യലിയോ എക്കണോമിക്കലിയോ ഡിസ്ക്രിമിനേഷനോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് പഠിക്കുന്നിടം വരെ ദാറ്റ് ഇസ് ഓൾ ഫൈൻ. ബട്ട് വൺസ് വി സ്റ്റാർട്ട് എ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സ്വയം ഐ തിങ്ക് വിമൻ ആർ മോർ കമ്പാഷനേറ്റ്. അങ്ങനെയുള്ളൊരു സോഫ്റ്റ് ഫീലിങ്സ് കൂടുതൽ വിമൻ ഉള്ളത് കൊണ്ട് കുട്ടിയായി അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വയം ബാക്ക് ഔട്ട് ചെയ്യും വിത്ത് ഓൾ അവർ ഹാപ്പിനെസ്. പക്ഷേ മാം ഈ പറഞ്ഞ രീതിയിലെല്ലാം യു ആർ എ ഗുഡ് വൈഫ്, എ ഗുഡ് മോം, അങ്ങനെയാണെങ്കിലും ബട്ട് അറ്റ് ദ സെയിം ടൈം യു ആർ കണ്ടിന്യൂയിങ് ആസ് എ വെരി ഹൈ പ്രൊഫഷണൽ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. എങ്ങനെയായിരുന്നു മാം ഇത് മാനേജ് ചെയ്യാൻ പറ്റിയത്? ആരായിരുന്നു ഇതിന് പിന്നിലെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്? അപ്പം ഇങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ള വിമൻ പ്രൊഫഷണൽസിന് മാമിന് എന്താണ് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടോ അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ടൊക്കെ പറയാനുള്ളത്? Definitely work life, career and home front. Really balancing was really tough when I had only one son. So while he was in the high school at 10th and 12th, that is the time it was very crucial for support required. Otherwise he used to study by himself. Not much effort I had to put. And work-life balance is like ours was not a scheduled timing, so we had to go and continue for maybe late hours and all. That was one part. And always as a supportive system, my mother Ammachi was always there with me, and my family, husband and son, all of them were cooperative, that they understand what type of the importance of the job what I was doing. Then after getting back home also, I had no hesitation in cooking. I used to like cooking. So that was also with passion I used to do, so no complaint. Then always a support system was there at home. That's what made it happen. And God gives us some strength. Inner strength comes somewhere to do all this working beyond the office hours and then get back. And I used to manage. That's what I can say. ശരിക്കും ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് തന്നെ Definitely that has to be there. മാം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഒരു 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ ഒരു കുട്ടിക്ക് എത്രത്തോളം അവൻ്റെ ആ ഒരു പബ്ലിക് എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ പ്രസൻസും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ മാമിൻ്റെ മകൻ അങ്ങനെ, അതായത് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാനേജ് ചെയ്തിരുന്നു, സ്വയം മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ കേൾക്കുമ്പം അതിലേറെ സന്തോഷം. ശരിക്കും നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മനുഷ്യനൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അതൊരു വലിയ കാര്യമാണല്ലോ, അല്ലേ മാം? അതുപോലെ മാമിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അമ്മച്ചി ആണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഒപ്പം ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാ വർക്കിംഗ് വിമൻ്റെയും, അതായത് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കുമെന്ന് മാമിനിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോഴും. പിന്നെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇന്ത്യയുടെ മിസൈൽ വിമൻ എന്നറിയപ്പെടുന്ന വനിത കുക്കിംഗ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ് എന്നും ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം മാം. അപ്പോൾ ഇമ്മിണി പെല്ലൊരാളിൽ നമ്മുടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസിനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാവ്ദൂരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ന്റെ ഇന്നത്തെ ഇമ്മിണി വലിയൊരാളിൽ നമ്മോടൊപ്പം മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി ഡോക്ടർ ടെസ്സി തോമസ് ആണ്. മാം, പിന്നെ എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 35 years മാം ഈ ഒരു മിസൈൽ ടെക്നോളജി ഫീൽഡിലുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും കാണുന്നത് ആ ഒരു ബ്ലോക്ക് ഹൗസ് വൈബുകളാണ്. പിന്നെ അവിടുത്തെ ഒരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടേ കാണുന്നുള്ളൂ. അപ്പം കുഡ് യു പ്ലീസ് ടെൽ മീ ഒരു മിസൈലിന്റെ പ്ലാനിങ് തൊട്ട് അതിന്റെ ആ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ടിൽ ദ പബ്ലിക് സീ ആ ഒരു സ്റ്റേജസ്. Initial new projects and all, we takes more than 3 to 4 years. Okay. Initial was a struggle. Once established the technology, then it is a matter of preparing the systems and going over. Initially the launch campaigns used to be more than a month. Now it has come down to within a week. We can prepare and go. The tension, whatever it is, the system, one missile is made, it has lot of interconnectivity, cables,
So number of strands. If you say the cable length, if you take from one end to the other, missile length is only 15 to 20 meter. Okay. But the cables running in it runs in kilometers. Okay. 10,000 kilometers. Oh. So that many number of connections and cables, pins and all. If one of the strands comes out also, it becomes crucial and critical. It can lead to failure. So we have to be, we are preparing the system with this complexity and then waiting for the launch campaign, as you said, the blockhouse where we final countdown and the launch happens. So if the tension is always there, everything, so we go through health checks of these subsystems one by one, computerized and automated tests are there. Final 5 minutes to 3 minutes time, it's like we leave it everything to the God. So the health of the system in an integrated way, it is checked, and then that is the time where the tension builds up and things happen. It's all till it is launched. The last auto launch time is always tension and curiosity and what type of one can experience then only. So then the cheer in launching and the success takes out everything what we have done, the happiness what we get. That's the way things goes. Every launch is like that. Each launch is unique because what I said, these many connectivities, and one small mistake somewhere can jeopardize the whole mission. It's a group effort. Thousands of scientists work towards this. That's how it happens. മാം, ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു മിസൈലിൻ്റെ ലോഞ്ച് നടന്നു എന്നൊക്കെ കേൾക്കുമ്പം എനിക്ക് ശരിക്കും ഐ നെവർ ഹാവ് കം അക്രോസ്, എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല ഒരു മിസൈലിൻ്റെ, അതായത് നമ്മൾ പുറം ലോകം കാണുന്ന ആ ഒരു മിസൈലിൻ്റെ വാർത്ത ഇത്രയധികം, അതായത് റിസർച്ചും ഇത്രയധികം വർഷങ്ങളുടെ ശ്രമങ്ങൾക്കും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരു 3 മുതൽ 4 വർഷം വരെയുള്ള ഒരു ഇനീഷ്യൽ ഫേസ്, പിന്നെ കുറച്ച് നാളത്തെ ലോഞ്ച് ക്യാമ്പയിൻ, പിന്നെ അതുകൂടാതെ എനിക്കിതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു മാം. ഒരു 15 മുതൽ 20 മീറ്റർ വരെ, അതായത് നമ്മൾ കാണുന്ന ആ ഒരു മിസൈലിൻ്റെ ലെങ്ത് ആണെങ്കിലും അതിൻ്റെ ഒരു കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് 10,000-ഓളം കിലോമീറ്റർ നീളം കാണും എന്നൊക്കെയുള്ള ആ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രത്തോളം ശ്രദ്ധിച്ചാണ് ഓരോരോ മിഷനും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഹെൽത്ത് ചെക്കിനെ കുറിച്ചൊക്കെ, ഓരോ സബ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത് ചെക്കിനെ കുറിച്ചൊക്കെ മാം പറഞ്ഞതും, പിന്നെയുള്ള ഡിഫറെൻ്റ് ആ ഒരു ടെൻഷൻസും, പിന്നെ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസും, എന്നാൽ ഇതൊക്കെ മറികടക്കുന്ന ആ ഒരു 1000-ഓളം ശാസ്ത്രജ്ഞരടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടും മാം, ശരിക്കും നമ്മുടെ നാടിൻ്റെ ഈ ഒരു ഉന്നമനത്തിനായും സംരക്ഷണത്തിനായും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞരെ ആക്ച്വലി വി ഷുഡ് സല്യൂട്ട്. ആൻഡ് അങ്ങനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം സർഗക്ഷേത്ര 89.6 FM. ഇന്നത്തെ നമ്മുടെ ഇമ്മിണി ബെല്ലൊരാളിൽ നമ്മുടെ കൂടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസ് ആണ്. മാമിൽ നിന്നും പല പല കാര്യങ്ങൾ ഒരു മിസൈലിൻ്റെ, അതായത് ഒരു മിസൈൽ ലോഞ്ച് എന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിന് പിന്നാമ്പറങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ പല പല വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാം. പിന്നെ തത്തമ്പള്ളി എന്ന് പറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശത്ത് ജനിച്ച് അവിടുത്തെ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ പഠിച്ച് അങ്ങനെ വളർന്ന ആ ഒരു നാട്ടിൻപുറത്തിന്റെ നന്മയും ആ ഒരു സംസ്കാരവും പിന്നെ നാട്ടറിവുകളും ഒക്കെ എത്രത്തോളം മാം ഈ ഒരു അഗ്നി മിസൈൽ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് 1 to 5 മിസൈൽസ്, Agni-1 to Agni-V, ഈ ഒരു മിസൈലിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ആ ഒരു വർക്കിനൊക്കെ എത്രത്തോളം ഈ ഒരു നാട്ടിൻപുറത്തെ ആ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ഹൗ ഡിഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് യു? ഒരു പക്ഷേ ആലപ്പുഴയിലെ മകളും തത്തമ്പള്ളിയുടെ മകളും ആയതുകൊണ്ടായിരിക്കും ഇത്രയധികം സ്ട്രെങ്ത്. മീൻസ് ദിസ് പ്ലേസ് ഗിവ്സ് മീ ദ സ്ട്രെങ്ത്, ഐ ക്യാൻ സേ. The origin of this place, the geography, the history, everything gives us the strength, I feel. മാം, ഇങ്ങനെ ആലപ്പുഴയുടെ മകൾ എന്ന നിലയിൽ ഒരുപാട് അഭിമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും പിന്നെ ഇവിടുത്തെ നാട്ടിൻപുറത്തെ നന്മകളും ഇവിടുത്തെ ഓരോരോ അറിവുകളും ഒക്കെ ഇത്ര ഉയർന്ന ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളായിട്ട് പോലും ഇന്നും ഓർമ്മിക്കുന്നു എന്നറിയുന്നതിലുമൊക്കെ ഒരുപാട് സന്തോഷം മാം. പിന്നെ അതിനോടൊപ്പം മാം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത്
പഠിക്കാനായിട്ടുമൊക്കെ സാമ്പത്തികമായിട്ടുമൊക്കെ കുട്ടിക്കാലത്ത് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മളൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ, അതായത് അത്രയും ഒരു ഭാരിച്ച, അത്രയും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു സമയത്ത് നിൽക്കുമ്പം മെന്റലി ഇതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ മാം? That is true. And അച്ചാച്ചന് സുഖമില്ലാതായി ഞാൻ 7ാം ക്ലാസ്സിലായപ്പോൾ ആ സമയത്ത് ഐ ഹാവ് സീൻ അമ്മച്ചി എത്ര സ്ട്രഗിൾ ചെയ്ത്. വി വർ ഓൾ 6 children, 5 girls and 1 boy. So all of us were in the studying stage. ആ സമയത്ത് ഐ ഹാവ് സീൻ എ സ്ട്രോങ് ലേഡി, മൈ മദർ, bringing up all of us for the education, and then seen the other side, the tough side of life. So but got through engineering admission, merit scholarship and further. So that way things went smoothly for me. So it's again the willpower or the determination what it matters. And definitely when we are working for the science and technology, first of its kind, first time proving, there's a lot of setbacks and reworking and things like that. So we know things because nobody has done this work, so we are all doing that effort, that passion to complete the job, determination and commitment. And we are working for the defense R&T of the nation. So that feeling, that responsibility is in our mind. So we work with a lot of dedication and completes the job. God gives us the strength to complete. Okay. ഡിഫൻസ് റിസർച്ച് എന്നൊക്കെ പറയുമ്പം അതായത് അതിൻ്റെ ഏറിയ ഉത്തരവാദിത്വം ആരും ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ പുതിയ വഴികളിലൂടെ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ആ ഒരു ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ കിട്ടിയതിന് പിന്നിൽ തൻ്റെ 6 മക്കളെയും പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ഒപ്പം ചേർത്ത് ജീവിതത്തോട് പൊരുതിയ തൻ്റെ അമ്മച്ചിയുണ്ട് എന്ന് നിറഞ്ഞ മനസ്സോടെ മാം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, പിന്നെ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ കൂടുതൽ നന്നായി പഠിച്ചു, അതായത് എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ചു എന്നൊക്കെ കേൾക്കുന്ന ആ ഒരു വിൽ പവറും അത് നൽകുന്ന ഒരു അതായത് ഇൻസ്പിറേഷനും ഒക്കെ ഒരുപാട് വലുതാണ് മാം. സോ മച്ച് പ്രൗഡ് ആൻഡ് ഫോർച്ചുനേറ്റ് ടു ബി വിത്ത് യു റൈറ്റ് നൗ. അപ്പോൾ എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും പതരാതെ നമ്മുടെ വിൽ പവറും കോൺഫിഡൻസും ഒക്കെ ചേർത്ത് പൊരുതണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇമ്മിണി ബെല്ലൊരാളിലൂടെ ഡോക്ടർ ടെസ്സി തോമസിനെ കേട്ടുകൊണ്ടിരിക്കാം. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ന്റെ ഇമ്മിണി ബെല്ലൊരാളിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി. ഇനി ശരിക്കും മാമിനോട് ചോദിക്കേണ്ട ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇതുവരെയും ചോദിച്ചില്ല. മാം, ടെൽ us about the Agni group of missiles. അതിൻ്റെ ആ ഒരു വന്ന വഴികൾ, പിന്നെ അതിൻ്റെ സക്സസ് സ്റ്റോറീസ്, അതിൻ്റെ ചില ഒരു മിഷനൊക്കെ അത് ഫെയിൽഡ് ആയപ്പോൾ അതിനോട് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്. ടെൽ us all about Agni missile group. Actually, we had DRDO had a IGMDP program initiated by our Dr. APJ Abdul Kalam, and Agni was one among that. So we started with Agni-II, where we had a range capability requirement. First is the Agni demonstrator, then Agni-II, where we went for first time the solid propellant guidance law. I started working for that, and then Agni-I, then Agni-III. Then the technology, when we look at the weight of the system has to be changed, so a world-class system. So we brought in the composite rocket motor technology, and then Agni-IV, and 2 more stages of composite rocket motor technology. So we got into Agni-V. It's again a nuclear capable system as per the government initiatives we have done and made those series of. That's good enough for our requirement. So that's the way all these things. Yes, Agni-III, we had a failure because we didn't know some of the technologies were not known. We were not able to measure certain of the things, parameters we know. So that plume expansion and the failure had happened. So, but after coming back from that, through the post-flight analysis, we could pinpoint what exactly went wrong, and then
We had to provide a heat shield and all. That has been taken care. That's the way. എത്രത്തോളം മാം ഒരു സക്സസ് മിഷൻ എത്രത്തോളം സന്തോഷിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം നിരാശപ്പെടുത്താറുണ്ട് if some mission has failed? Yeah, it's always there. We were all tutored by our mentor, Dr. APJ Abdul Kalam. He says, because you are doing things for the first time, fail, he always says, first attempt in learning. Okay. So you don't have to, but there is no failure for the second attempt. So you need to work and ensure that. So knowing the reasons, so that happens. And we were working and our country didn't have the technological capabilities. The infrastructures were not there. Manufacturing capabilities were not there. I'm talking about 30 years before. So that time we had to develop everything ourselves, experiment everything ourselves. So failures may happen, but we learned from that. And today I think DRDO has done a wonderful job with respect to this missile technologies. പല പല ഘട്ടങ്ങളിൽ പല പല മാറ്റങ്ങളിലൂടെ കടന്നുപോയ അഗ്നി മിസൈൽ ഒരു മിഷൻ ചെറുതായി ഫെയിൽഡ് ആയപ്പോഴും അതിൻ്റെ പിന്നിലുള്ള റീസൺ കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആദ്യമായി എന്തെങ്കിലും ചെയ്താൽ ഒന്ന് തോൽക്കുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ രണ്ടാമതായി ആ ഒരു മിഷന് വേണ്ടി പുറപ്പെടുമ്പോൾ തോൽവി സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം, അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യം നമ്മൾ മനസ്സിൽ സ്വരുക്കൂട്ടണം എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളൊക്കെ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഡോക്ടർ ടെസ്സി തോമസ്. കേട്ടുകൊണ്ടിരിക്കാം ഇമ്മിണി ബെല്ലൂരാളിൽ നിന്ന് നമ്മോടൊപ്പം മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസ് ആണ്. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി. ഐ തിങ്ക് മാമിൻ്റെ കരിയറിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഒരു റോൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിന്. ഐ തിങ്ക് യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ കരിയർ വർക്കിംഗ് വിത്ത് അലോങ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ഹി ഹാസ് ഓൺ യു? അദ്ദേഹത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ, ടെൽ us about that, ma'am. Yeah, he was a person with open mind. He's the one who used to bring us together for technical discussions. So as a junior scientist also, we got the opportunity to sit along with the experts of within the country and learn from them. So that is where that there is no hierarchical this thing that juniors are not allowed. So he used to give us, welcome everybody from the same field, and then that collaborative working atmosphere. And since he's always on the show floor where the work is happening, we also learned that technique of being with the people, with the scientists together. So these are things which he is a mentor, he is a philosopher, is a person who guides people. So he's a leader, visionary leader. So these are the things when he used to visualize things for the next 20-30 years. So that was such a visionary leader. He meets everybody, he wishes everybody, and the openness and sharing knowledge that is what made all of us learn from him. And throughout almost 10-15 days before his departure, his demise at Shillong, IIM Shillong, I had an opportunity to interact with him at Delhi. The school students, I was also there. He's such a great person. Whole country remembers him. For sure. So, മിസൈൽ വിമൻ ഓഫ് ഇന്ത്യയോട് ഇങ്ങനെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ കലാമിൻ്റെ നന്മയുള്ള നല്ല നല്ല ആ ഒരു ഓർമ്മകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയതിന് ഒരുപാട് നന്ദി മാം. ഇങ്ങനെ യാതൊരു ഹൈറാർക്കിക്കൽ ഓർഡർ ഒന്നുമില്ലാതെ മനുഷ്യത്വം തുളുമ്പുന്ന സമീപനത്തോടെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ കലാമിനെ കുറിച്ച് മാമിൽ നിന്നും ഇതുപോലെ കേട്ടതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. ഇന്ന് ഇമ്മിണി ബെല്ലൂരാളിൽ ഡോക്ടർ ടെസ്സി തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. കേട്ടുകൊണ്ടിരിക്കാം കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM-ൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വുമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി. മാം, നമ്മൾ ഓരോ മിഷൻ കഴിയുമ്പോഴും we are always seeing the success part, right? Public is always unaware of what is really happening inside. മാം, ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുമ്പം ശരിക്കും ആ ഒരു മിഷന് മുന്നേ വരെ, അതായത് ലിറ്ററേച്ചർ സ്റ്റഡീസ് ഉണ്ട്, ഇതുവരെ വേൾഡ് റിനൗണ്ട് ആയിട്ട് നടന്നിട്ടുള്ള ആ ഒരു റിസർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ട്. There to manage you have to balance your family life and your work life. Ma'am, could you please tell about a life of a scientist? How is it? It's like for a scientist, every moment is a learning curve. So unless otherwise, we, as you mentioned, as Archana mentioned, we need to learn. Yes. We need to know the technology, what is happening world across, what can be brought, and we always have to have an innovative thought process also. Something new has to be brought in. So that way, every effort is there to learn and think, get better ideas, and innovate, inspire others also to do. That's the way we take science and technology together. ഇങ്ങനെ നമ്മുടെ മുന്നിൽ തെളിയുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സും, പിന്നെ അതിനോടൊപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും കണ്ടെത്താനും ഒക്കെയുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ശാസ്ത്രജ്ഞനാകാൻ സാധിക്കും എന്നുള്ള ഡോക്ടർ ടെസ്സി തോമസിൽ നിന്നുള്ള ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് കുറച്ച് പാട്ടുകൾ കേട്ട് വീണ്ടും നമുക്ക് ഇമ്മിണി ബെല്ലൊരാളിലേക്ക് മടങ്ങിയെത്താം. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM-ന്റെ ഇമ്മിണി ബെല്ലൊരാളിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വിമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രിയാണ്. മിസൈൽ ടെക്നോളജിയെക്കുറിച്ചും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അഗ്നി മിസൈൽ ഗ്രൂപ്പിനെ കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ ചെറുതായി ഡിസ്കസ് ചെയ്തൊക്കെ വരികയായിരുന്നു. മാമിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും കോളേജ് വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അല്ലെങ്കിൽ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്നാൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു. അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, പിന്നെ പൂനെയിലുള്ള MTechന് വേണ്ടി ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാം. ശരിക്കും നമുക്കിപ്പം കാണാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ മത്സരങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി. IIT-യിലേക്ക് കയറാനായിട്ടും എയിംസിലേക്ക് കയറാനായിട്ടും. ശരിക്കും ഇങ്ങനെയുള്ള ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഉയർന്ന പൊസിഷൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ മാം, ആർ വി ഗെറ്റിംഗ് ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് അവർ കൺട്രി. എനിക്ക് തോന്നുന്നു ഇപ്പം IIT അങ്ങനെയുള്ള വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച കുട്ടികളെല്ലാം തന്നെ കുറച്ച് കഴിയുമ്പം എബ്രോഡാണ്. ദേ പ്രിഫർ ടു വർക്ക് എബ്രോഡ്, ദേ പ്രിഫർ ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇൻ എബ്രോഡ്. ശരിക്കും നമുക്ക് നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻസിനെ കിട്ടുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെ പഠിച്ചാലേ ഇത് എത്തുള്ളൂ ഇങ്ങനെയുള്ള ഹയർ പൊസിഷൻസ്? ഇതാണ് എൻ്റെ ചോദ്യങ്ങൾ മാം. That we all have proven differently. Yeah, right. ISRO also, ISR also, you have seen the scientists, DRDO also. Hardly 2 to 3% would be from IITians that time. And our time, we didn't have much IITs also within the country to think about. And within Kerala, there were only 4 or 5 engineering colleges. And one of the best engineering college, I'm really proud to be an alumni of Trichur Engineering College. And then it's actually the way those professors, they taught us, that gives the basic fundamentals. If our fundamentals are clear and as an individual you are willing to put effort to learn more, that's what it makes the difference. Even an IITian also need not perform that great if he is not willing to learn as a scientist or an engineer. So that way it doesn't make any difference. It's everybody may not get chance to be an IITian material. It's the knowledge what it matters. And wherever you are, if you are prepared to learn, a lot of facilities and opportunities are there. And present generation fortunate to have number of institutions like ISR,
and IITs, NITs. We learn from anywhere. What it makes difference is what you are and what you put effort to make it happen. So that's what matters. One can perform better anyway based on your own individual efforts. So Okay. that's knowledge imparted is of similar, unless otherwise you learn furthermore with the curiosity and learn things. It makes the difference. Okay, ma'am. എവിടെ പഠിച്ചാലും നന്നായിട്ട് പഠിക്കുക, നല്ല താല്പര്യത്തോടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് വേണ്ടി പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും എക്സൽ ചെയ്യും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ടെസ്സി തോമസ്. അപ്പോൾ ഡോക്ടർ ടെസ്സി തോമസിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM, കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രി. ISRO, DRDO പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ അവിടെ ഒരു ജോലി സ്വപ്നം കാണുന്ന മാതാപിതാക്കളോട് മാം എന്താ പറയാനുള്ളത്? എന്ത് ചാനലിൽ കൂടെയാണ് എക്സാമിനേഷൻസ് ഒക്കെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? Both the places look for an engineering background, engineering degree, and then qualification and selection process are all through the government procedures of entrance test and then calling for interview. ISRO has a institute of its own for the engineering, IAST, and so you need to get admission to that and then qualify for their job. DRDO, it's a common entrance test, and we have a recruitment and assessment cell who selects the scientists for the job. So engineering, basic engineering degree in one of the engineering field is what it matters. And I think through basic science lode namakku some of the science institutions are there. Okay. We have a branch of pure science group also. So in through that also, and plus the MTech higher qualifications in the specializations also recruits people. So, adding to this, I think gate score vechum gate score is one of the criteria for the selection process has all this. Yes. Yeah. എൻജിനീയേഴ്സും പിന്നെ സയൻസ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുമൊക്കെ ഉള്ളവർ, DRDOയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അപ്പം DRDO ഒക്കെ നടത്തുന്ന ആ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ഇൻഫർമേഷനൊക്കെ വേണ്ടി അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലം വരെ DRDOയുടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗേറ്റ് സ്കോറിലൂടെയും പിന്നെ അവരുടേതായ എൻട്രൻസ് ടെസ്റ്റിലൂടെയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പത്ര റിപ്പോർട്ടിൽ ഇനി മുതലുള്ള DRDOയുടെ എല്ലാ ഫ്രഷേഴ്സ് ഇൻടേക്ക് റിക്രൂട്ട്മെൻറ്റ്സും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോർ ആയിരിക്കും എന്നിങ്ങനെ ഒരു വാർത്ത കണ്ടു. അപ്പോൾ DRDOയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന സയൻസ് ഗ്രാജുവേറ്റ്സും എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും തന്നെ ഗേറ്റിൽ നല്ലൊരു ഉയർന്ന സ്കോറ് കരസ്ഥമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM, കാതൂരം കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM ഇന്നത്തെ ഇമ്മിണി ബെല്ലൊരാളിൽ നമ്മോടൊപ്പം ഡോക്ടർ ടെസ്സി തോമസ്, മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അഗ്നിപുത്രിയാണ്. നമ്മൾ ഒരുപാട് സംസാരിച്ചു, അതായത് മിസൈൽ ടെക്നോളജിയെക്കുറിച്ച്, അഗ്നി മിസൈൽസിനെ കുറിച്ച്, പിന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലൈഫിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാമിൽ നിന്നും നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞു. ഇനി മാം കുറച്ച് ലൈറ്റർ സൈഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള ബട്ട് ദ മോസ്റ്റ് കളർഫുൾ സൈഡ് ഓഫ് ലൈഫ് ഫോർ ഷുവർ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെയോ? മാമിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു സ്കൂൾ ലൈഫിലൊക്കെ ആയിരുന്നപ്പോഴും പിന്നെ വർക്ക് ലൈഫിലും ഒക്കെ? വാട്ട് ഡിഡ് യു ഡു ബിയോണ്ട് യുവർ കരിക്കുലം? School time, I think I have tried my talents in all the areas. Really? I was a sports person. Really? Yes. Running. Oh. Any type of sports. That time also little bit badminton. Whatever possible, I was always an active person. And then coming to engineering college also, running race, 100 meters, 400 meters.
run side by side to PT Usha's speed. Oh, that was my way of life. Sports, of course, I always like. Even now also, badminton is one of my favorite sport. Otherwise, going through some literature, like being a scientist, yeah. reading is one of the all scientific journals. It turns out to Scientific be journals. Other type of books in In school days, yes, from Minute Blood to what all books available, yes, all type of story books. So then slowly it has come to scientific field and journals of science and technology. Anything. Movies ഒക്കെ കാണുമോ മാം? Movies very rarely. I don't find time. Now I think after retirement I can think of seeing some I was about to ask you, what are your retirement life plans, ma'am? Have you planned anything? Yeah, I don't think a scientist mind never retires. Yeah, that's right for Yeah, sure. so we still keep reading, learning, still in whatever way we can support the nation, support the scientific community. That's the way we look at. And how can the nation, like ഇത്രയും ഒരു distinguished ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ as a research person, we always need you, your advices, your suggestions in all the different always fields. there. We are part of the country. It doesn't mean we stop working. It's always encouragement and motivation to the others, junior scientists, how to go about participate in technical expert reviews and all. മാം യാത്രകളൊക്കെ പോകുന്ന ആളാണോ? സ്ഥലങ്ങളൊക്കെ ഒഴിവ് സമയങ്ങളിൽ I enjoy journey. I like to travel, so I have no problem in traveling for hours together. Okay. That's the way I like my life. Any chance to travel, first opportunity I'll jump for it. Okay, അപ്പം ഈ ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ഇങ്ങനെ യാത്രകളും ഒക്കെ Yeah, definitely we have to start thinking of seeing some places, knowing those places. This spare time is there, we should do that. ഒരു സാധാരണക്കാരൻ്റെ ഭാവനയ്ക്കപ്പുറം സ്പോർട്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒഴിവ് സമയങ്ങളിലൊക്കെ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന, പിന്നെ സ്വന്തമായി ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാനും കുക്കിംഗ് ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, കഥപുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, യാത്രകളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ ടെസ്സി തോമസ്. Ma'am, actually, I don't know how should I thank you, sitting together with you, spending this much time with you. എനിക്ക് ശരിക്കും തോന്നിയതേയില്ല. I felt like I'm talking to my mom, like wearing a sari, such a simple personality. So, Yeah, so much. I'm your mom only, Archana. Yeah, ma'am. So, ഒത്തിരി നന്ദി മാം. സർഗക്ഷേത്ര 89.6 FM-ന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നന്ദി. ആൻഡ് ഓൾ ദ വെരി ഗുഡ് വിഷസ് ഫോർ ആ ഒരു ഇനിയുള്ള തുടർന്നുള്ള ലൈഫിലേക്ക്. താങ്ക് യു മാം. Thank you, Archana. 89.6 FM.